ഇത് മക്കളെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് രീതി ചെയ്യാം. കുറേ വലിയ രീതി ചെയ്യാം. ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. നമുക്കറിയാം a+b² ശരിയാണോ? a+b² എന്ന് പറഞ്ഞാൽ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നടുക്ക് പ്ലസ്, വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നടുക്ക് മൈനസ്. അതേ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 56 എങ്കിൽ ആ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എത്ര എന്നാ ചോദിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിന്റെ സൂപ്പർ ഓവർ സീരീസ് എപ്പിസോഡ് 9 ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട PSC വളരെയധികം ചോദിക്കാറുള്ള ഒരു പാഠഭാഗമാണ് രണ്ടാം കൃതി സമവാക്യങ്ങൾ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയും. അപ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരു രണ്ട് ഫോർമാറ്റിൽ PSC എപ്പോഴും ചോദിക്കുന്ന നല്ല ചോദ്യങ്ങൾ. അപ്പം ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ ആദ്യാവസാനം കാണുക. വളരെ വേഗത്തിൽ എങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടെത്തുന്നത് എന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ശരി, അത് കറക്റ്റ് മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും നമ്മൾ ചെയ്യുന്ന സിമ്പിൾ മെത്തേഡും പറഞ്ഞു തരും. അപ്പം മുഴുവനായും കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നു. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: രണ്ട് സംഖ്യകളുടെ തുക 27 അവയുടെ ഗുണനഫലം 180 ആയാൽ അവയുടെ വ്യത്യാസം എത്ര? ഒരിക്കൽ കൂടെ, രണ്ട് സംഖ്യകളുടെ തുക 27 അവയുടെ ഗുണനഫലം 180 ആയാൽ അവയുടെ വ്യത്യാസം എത്ര എന്നാ ചോദ്യം. ഇത് മക്കളെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് രീതി ചെയ്യാം. കുറേ വലിയ രീതി ചെയ്യാം. ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് രണ്ട് മെത്തേഡ് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ പഠിക്കുന്ന മെത്തേഡ് വേറെയാണ്, അത് പറയാം. അതിന് മുന്നോടിയായിട്ട് ചുമ്മാ ഒന്ന് കണ്ടു. മക്കളെ, രണ്ട് സംഖ്യകളുടെ തുക 27 അവയുടെ ഗുണനഫലം 180 എന്നാ പറയുന്നത്. അപ്പം ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഇങ്ങനെയാണ്: സംഖ്യകളുടെ തുക 27 വരണം, മാത്രമല്ല ഗുണനഫലം 180 വരണം. അങ്ങനെയുള്ള ഏതെങ്കിലും രണ്ട് സംഖ്യകൾ ഉണ്ടോ എന്ന് നോക്കണം. അതായത് മക്കളെ, തുക 27 വരാൻ 1ഉം 26 രണ്ട് സംഖ്യകളാണ്. തുക 27 വരണമെങ്കിൽ 1 26 കൂട്ടിയാൽ 27 വരും. എന്നാൽ ഗുണനഫലം 180 വരത്തില്ല. ഗുണനഫലം 180 വരത്തില്ല. അതുപോലെ 2 ഗുണം 25 27. അതായത് 2ഉം 25 കൂടെ കൂട്ടിയാൽ 27 വരും. പക്ഷേ ഗുണിച്ചാൽ 180 വരത്തില്ല. അതുപോലെ 3ഉം 24 കൂടെ കൂട്ടിയാൽ 27. പക്ഷേ ഗുണിച്ചാൽ 180 വരത്തില്ല. 4ഉം 23 കൂടെ കൂട്ടിയാലും 27. പക്ഷേ ഗുണിച്ചാൽ 180 വരത്തില്ല. മകളെ, 5ഉം 22 കൂടെ കൂട്ടിയാലും 27. പക്ഷെ ഗുണിച്ചാൽ 180 വരത്തില്ല. അങ്ങനെ നോക്കി 12 × 15 12 + 15 27. 12ഉം 15 കൂട്ടിയ 180 രൂപ. അപ്പൊ നമ്മൾ തിരക്കി നടക്കുന്ന രണ്ട് സംഖ്യകൾ ഇതാണ്, 12ഉം 15. നമ്മൾ തിരക്കി നടക്കുന്ന രണ്ട് സംഖ്യകൾ 12ഉം 15 എങ്കിൽ നമുക്ക് വേണ്ടത് ആ സംഖ്യകളല്ല, ആ സംഖ്യകളുടെ വ്യത്യാസമാണ്. ആ സംഖ്യകളുടെ വ്യത്യാസമാണ് വേണ്ടത്. എങ്കിൽ 12ഉം 15 കൂട്ടിയ 27 വരും സുഹൃത്തുക്കളെ. ഗുണിച്ചാൽ 180 വരും സുഹൃത്തുക്കളെ. എങ്കിൽ അവയുടെ വ്യത്യാസം 15 - 12 3 വരും. നമ്മുടെ ശരി ഉത്തരം 3 കിട്ടും. നമ്മുടെ റൈറ്റ് ആൻസർ 3 വരും. മനസ്സിലായോ? ഇതാണ് ഒരു രീതി. ഇതാണ് സുഹൃത്തുക്കളെ ഒരു രീതി. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കുറച്ച് ലോങ് ആയിട്ടുള്ള മെത്തേഡാണ്, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള മെത്തേഡാണ്. കാര്യം തുക 27 ആയതുകൊണ്ട് ഇവിടം വരെയൊക്കെ പറ്റി. എന്നാൽ തുക ഒരു 270 ഒക്കെ ആണെങ്കിൽ 1 ഗുണം 269, 2 ഗുണം അങ്ങനെയൊക്കെ നോക്കണം. 2 ഗുണം 268, അങ്ങനെ ഓരോന്ന് നോക്കേണ്ടി വരും. ശരിയാണോ? കുറേ മെനക്കേടാ. ശരി, ഇതാണ് ഒരു മാർഗം. അപ്പം ഇത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. നമുക്ക് അടുത്തൊരു മാർഗം നോക്കിയാലോ? ഇങ്ങനെയാണ്. രണ്ട് സംഖ്യകളുടെ തുക 27. മക്കളെ, ഞാൻ രണ്ട് സംഖ്യകളെ A എന്നും B എന്നും വിളിച്ചാൽ ആ സംഖ്യകളുടെ തുക 27 എന്ന് പറയുമ്പോൾ അതിനെ A+B എന്ന് പറയാം. ശരിയാണോ? എടാ, സംഖ്യകളെ ഞാൻ A എന്നും B എന്നും വിളിച്ചാൽ അവരുടെ തുക 27 എന്ന് പറയുമ്പം A+B = 27 എന്ന് പറയാം. ശരിയാണോ? A+B 27. ഇനി അവയുടെ ഗുണനഫലം 180 എന്ന് പറയുമ്പം AB, മക്കളെ, A ഗുണം B, അതായത് AB = 180 എന്ന് പറയാം. ശരിയാണോ? വേണ്ടത് A - B അവയുടെ വ്യത്യാസമാണ്. A - B A - B ആണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ അടുത്തൊരു മാർഗം ഇതാണ്. A+B സുഹൃത്തുക്കളെ 27, AB സുഹൃത്തുക്കളെ 180.
എടാ എ പ്ലസ് ബിയും എ ബിയും കൂടെ വരുന്ന എന്തെങ്കിലും സർവ്വസമവാക്യം നമുക്കറിയുമോ? സമവാക്യം നമുക്കറിയുമോ? ഇക്വേഷൻ നമുക്കറിയുമോ? അറിയാം. എ പ്ലസ് ബിയും എ ബിയും കൂടെ കണക്ട് ചെയ്യുന്ന സമവാക്യം നമുക്കറിയാം. മക്കളെ എ പ്ലസ് ബിയും എ ബിയും കൂടെ കണക്ട് ചെയ്യുന്ന സമവാക്യം നമുക്കറിയാം. ഏതാ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എടാ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ശരിയാണോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇതിനകത്തിൽ മക്കളെ എ പ്ലസ് ബി ഉണ്ട്, ഇതാ എ പ്ലസ് ബി ഉണ്ട്, ഇതാ എ ബി ഉണ്ട്, ഇതാണ്ട് ഇവിടെ എ ബി ഉണ്ട്. ശരി, ഇതിനകത്ത് വില കൊടുക്കാം. ഇതിനകത്ത് വില കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും മക്കളെ. ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന എന്തൊക്കെയാ? എ പ്ലസ് ബിയും എ ബിയുമാണ്. അതുകൊണ്ട് അത് രണ്ടും കൂടെ വരുന്ന ഒരു സമവാക്യം ഞാൻ ഉണ്ടാക്കിയെടുത്ത്. എ പ്ലസ് ബി എ ബി നമ്മുടെ കൈവശമുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ വരുന്നൊരു സമവാക്യം ഞാൻ ഉണ്ടാക്കിയെടുത്ത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? ശരി, വില കൊടുക്കാം മക്കളെ. എ പ്ലസ് ബി എന്ന സ്ഥാനത്ത് നമുക്കറിയാം 27 എന്ന് കൊടുക്കാം. 27 സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ അറിയത്തില്ല, എ സ്ക്വയർ എഴുതി അങ്ങനെ തന്നെ. ഞാൻ ബി സ്ക്വയറിനെ ഒരുമിച്ച് കൊണ്ടുവരിക, ബി സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് ഒരുമിച്ച് അങ്ങ് എഴുതാം. പ്ലസ് 2 ഇൻറ്റു മക്കളെ എ ബി നമുക്കറിയാം 180. എ ബിയുടെ വില 180. അപ്പൊ 2 ഗുണം എ ബിയുടെ സ്ഥാനത്ത് കണ്ടോ, എ ബി എന്ന് പറഞ്ഞാൽ 180. അപ്പൊ 2 ഗുണം 180 എന്ന് എഴുതാം. ഓക്കെ ആണോ? ശരി, 27 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 729 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. പ്ലസ് 2 ഗുണം 180 എന്ന് പറഞ്ഞാൽ 360. ഓക്കെ ആണോ? ശരി, എങ്കിൽ ദാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് മാത്രം വില കണ്ടുപിടിക്കാൻ പറ്റും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് മാത്രം വില എന്ന് പറഞ്ഞാൽ 729 മൈനസ് 360 എന്ന് വരും. ശരി, കുറയ്ക്കുമ്പം 9, 12 6 പോയ 6. ഓക്കെ, പിന്നെ 6 3 പോയി കഴിഞ്ഞാൽ 369 എന്ന് വരും. അതായത് എ പ്ലസ് ബിയുടെ വില 369 എന്ന് കിട്ടും മക്കളെ. എ പ്ലസ് ബിയുടെ വില 369 എന്ന് കിട്ടും. എ പ്ലസ് ബിയുടെ വില സോറി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വില എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വില 369 എന്ന് കിട്ടും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വില 369 എന്ന് കിട്ടും. ശരി, നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല, ഈ സംഖ്യകളുടെ വ്യത്യാസമാണ് വേണ്ടത്. അതായത് മക്കളെ നമ്മുടെ കയ്യിൽ ഇപ്പം എന്തൊക്കെയുണ്ട്? എടാ എ പ്ലസ് ബി ഉണ്ട്, ഇവിടെ കണ്ടോണേ. എ പ്ലസ് ബി ഉണ്ട് 27, എ ബി ഉണ്ട് 180. അതിനെ കണക്ട് ചെയ്ത് എ പ്ലസ് ബി എ ബിയുടെ കണക്ട് ചെയ്യുന്ന ഒരു സമവാക്യം ഉണ്ടാക്കിയെടുത്ത് അതിനകത്ത് ഞാൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വില കണ്ടുപിടിച്ച്. ഇനി മക്കളെ എൻ്റെ കയ്യിൽ എ ബി ഉണ്ട്. എ ബി എത്ര? 180. എ ബി എത്ര? 180. നമുക്ക് വേണ്ടത് എന്തുവാ? എ മൈനസ് ബി ആണ്. ശരി, എങ്കിൽ എ മൈനസ് ബിയും എ ബിയും കൂടെ കണക്ട് ചെയ്യുന്ന സമവാക്യം വല്ല അറിയുമോ? അറിയാം. എ ബിയും എ മൈനസ് ബിയുടെ കണക്ട് ചെയ്യുന്ന സമവാക്യം ഇതാണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. മക്കളെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാ. ശരി, വില കൊടുക്കാം. എ മൈനസ് ബിയുടെ വില നമുക്ക് അറിയത്തില്ല. എ മൈനസ് ബി അങ്ങനെ തന്നെ. അപ്പൊ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒരുമിച്ച് എഴുതാം. ഇതാ നേരത്തെ പോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് എഴുതാമല്ലോ, തെറ്റൊന്നുമില്ല. എ മൈനസ് ബിയുടെ വില അറിയത്തില്ല. അപ്പൊ എ മൈനസ് ബി അങ്ങനെ തന്നെ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എടാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വില നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വില നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 369 എന്ന്. 369 മൈനസ് 2ab മക്കളെ 2ab 2 ഇൻറ്റു എ ബി 2 ഇൻറ്റു എ ബിയുടെ വില 150. അപ്പൊ 2 ഇൻറ്റു 150 എന്ന് പറഞ്ഞാൽ 360 എന്ന് വരും. അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 369 മൈനസ് 360 9 എന്ന് വരും. എ മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ 9. എങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു √9 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. ഇതാണ് ഇത് ചെയ്യുന്ന മറ്റൊരു മാർഗം എന്ന് പറഞ്ഞ മക്കളെ. ആ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 9. ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 9. മനസ്സിലായോ? നമ്മൾ ചെയ്ത് എന്തുവാ? നമ്മുടെ ആദ്യം എ പ്ലസ് ബി ഉണ്ട്, എ ബി ഉണ്ട്. അതിനെ രണ്ടിനും കൂടെ കണക്ട് ചെയ്യുന്ന സമവാക്യം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനകത്ത് വില കൊടുത്ത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അതിനകത്ത് നിന്ന് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വില കണ്ടുപിടിച്ച്. ശരി, പിന്നെ നമ്മുടെ കയ്യിൽ എ ബി എന്തായാലും ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് എ മൈനസ് ബി ആണ്. അപ്പൊ എ ബിയും എ മൈനസ് ബിയും അല്ലെങ്കിൽ എ മൈനസ് ബിയും എ ബിയും കൂടെ വരുന്നൊരു സമവാക്യം ഉണ്ടാക്കിയെടുത്ത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അവിടെ എ മൈനസ് ബി ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും വില നമുക്കറിയാം. വില അപ്ലൈ ചെയ്താൽ മതി, എ മൈനസ് ബിയുടെ വില കിട്ടും. മനസ്സിലായോ? ശരി, ഇതാണ് ഇത് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു മാർഗം. ഇനി നമ്മൾ ചെയ്യുന്ന മാർഗം.
ഇനി ഈ ചോദ്യം നമ്മൾ ചെയ്യുന്ന മാർഗം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? രണ്ട് സംഖ്യകളുടെ തുകയുണ്ട് 27, അവയുടെ ഗുണനഫലമുണ്ട് 180. ആയാൽ വ്യത്യാസമാണ് വേണ്ടത്. ഞാൻ പറയുന്ന സാധനം നിങ്ങൾ കാണാറങ്ങ് പഠിച്ചു മക്കളെ. ഒന്നുകിൽ രണ്ടുപേരുടെ തുകയും ഗുണനഫലവും തന്നിട്ട് വ്യത്യാസം ചോദിക്കും, അതല്ലെങ്കിൽ വ്യത്യാസവും ഗുണനഫലവും തന്നിട്ട് തുക ചോദിക്കും. കേട്ടോണേ ഒന്നുകൂടെ. തുകയും ഗുണനഫലവും തന്നാൽ വ്യത്യാസം ചോദിക്കും, വ്യത്യാസവും ഗുണനഫലവും തന്നാൽ തുക ചോദിക്കും. അപ്പൊ രണ്ടിടത്തും ആരാ കോമൺ? ഗുണനഫലം കോമണാ. ഗുണനഫലം കോമണാ. ഗുണനഫലം പൊതുവായിട്ട് തരും. എന്നിട്ട് ഗുണനഫലത്തിനോടൊപ്പം തുകയാണ് തരുന്നതെങ്കിൽ വ്യത്യാസം നമ്മളോട് ചോദിക്കും, വ്യത്യാസമാണ് തരുന്നതെങ്കിൽ തുക നമ്മളോട് ചോദിക്കും. ശരി, നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. നമുക്ക് വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മക്കളെ, വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് 4ac. എടാ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മക്കളെ നടുക്ക് പ്ലസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നടുക്ക് മൈനസ്. തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നടുക്ക് പ്ലസ്, വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നടുക്ക് മൈനസ്. മനസ്സിലായോ? അപ്പം വ്യത്യാസം വേണമെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac-യും തുക വേണമെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് 4ac-യും ചെയ്താൽ മതി. മക്കളെ, നിങ്ങളിത് രണ്ടാംകൃതി സമവാക്യങ്ങളെന്ന പാഠത്തിൽ പഠിക്കുന്നതാണ്. ശരി, ഇനി എന്താണ് ബി എന്ന് കേട്ടു. ബി എന്ന് പറഞ്ഞാൽ തുകയാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തുകയാണ് ബി, വ്യത്യാസമാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വ്യത്യാസമാണ് ബി. ശരി, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എടാ, എ സി എന്ന് പറഞ്ഞാൽ എ ഗുണം സിയാ. എ ഗുണം സി എന്ന് പറഞ്ഞാൽ ഗുണനഫലമല്ലേ? എ ഗുണം സി ഗുണനഫലവാ. അപ്പൊ എ സി എപ്പോഴും ഗുണനഫലമായിരിക്കണം മക്കളെ. അപ്പൊ ബി എന്തായിരിക്കണം? തുക അല്ലെങ്കിൽ വ്യത്യാസം. ശരി, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. റൂട്ട് ഓഫ് ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ തുകയാ. 27ന്റെ സ്ക്വയർ, വ്യത്യാസമാണ് വേണ്ടത്, അതുകൊണ്ട് നടുക്ക് മൈനസ്. 4 ഗുണം എ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണനഫലം 180. നോക്കാം, റൂട്ട് ഓഫ് 27 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 729 മൈനസ് 4 ഗുണം 180 720. മക്കളെ 720. റൂട്ട് ഓഫ് 729 മൈനസ് 720 എന്ന് പറഞ്ഞാൽ റൂട്ട് 9, വിച്ച് മീൻസ് നമ്മുടെ ശരി ഉത്തരം 3. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരി ഉത്തരം 3. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? എടാ, നമുക്ക് വ്യത്യാസം വേണ്ടത്, അതുകൊണ്ട് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി എന്നത് ഇവിടെ തുകയാ. അപ്പം 27 സ്ക്വയർ മൈനസ് 4 ഗുണം എ സി ഗുണനഫലം. ഓക്കെ, നമ്മുടെ ശരി ഉത്തരം 3. ക്ലിയർ ആയോ? ശരി, നമുക്ക് ചോദ്യങ്ങളോട്ട് പോകാം. രണ്ട് സംഖ്യകളുടെ തുക 32, അവയുടെ ഗുണനഫലം 252 ആയാൽ വ്യത്യാസം എത്ര? മക്കളെ, രണ്ട് സംഖ്യകളുടെ തുക 32, ഗുണനഫലം 252 ആയാൽ വ്യത്യാസം ഒന്നുമില്ല. തുകയും ഉണ്ട് ഗുണനഫലവും ഉണ്ട്. തുകയും ഗുണനഫലവും കിട്ടിയാൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന മാർഗം എന്തുവാ? എടാ, വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. അപ്പൊ ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ തുകയാ. അപ്പം 32ന്റെ സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ തുക അല്ലെങ്കിൽ അവിടെ വ്യത്യാസം. ബി എപ്പോഴും തുക അല്ലെങ്കിൽ വ്യത്യാസമായിരിക്കും. എ സി എപ്പോഴും ഗുണനഫലമായിരിക്കും മക്കളെ. മനസ്സിലായോ? എങ്കിൽ 32ന്റെ സ്ക്വയർ മൈനസ് 4 ഗുണം 252 എന്ന് വരും. ശരി, 32ന്റെ സ്ക്വയർ ചെയ്യുമ്പം നമുക്കറിയാം 32ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0, 9, 2ന്റെ സ്ക്വയർ 0, 4, 3, 2, 6, 6, 2, 12, 4, 2, 9, 1, 10, 1024 എന്ന് വരും. ഓക്കെ, 1024 മൈനസ് 4, 2, 8, 5, 4, 20, 20ന് 0, ശിഷ്ടം 2, 4, 2, 8, 2, 10, 1008 എന്ന് വരും അല്ലേ? 1024 മൈനസ് 1008, 1024 1008 പോയാൽ 16 എന്ന് വരും. 16 റൂട്ട് 16 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 4 എന്ന് വരും. എങ്കിൽ ആ സംഖ്യകളുടെ വ്യത്യാസം 4 ആണ്. ആ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 4 ആണ്. മനസ്സിലായോ? എളുപ്പമല്ലയോ? അപ്പൊ തിരിച്ച് രണ്ട് ചോദ്യങ്ങൾ ചെയ്താലോ? ഇങ്ങനെ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 8ഉം ഗുണനഫലം 153 ആയാൽ
തുക എത്ര? എടാ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 8ഉം ഗുണനഫലം 153 ആയാൽ തുക എത്ര? തുക എത്ര? തുക എത്ര എന്നാ ചോദിക്കുന്നത്. തുകയാണ് ചോദിക്കുന്നത്. വ്യത്യാസവും ഉണ്ട് മക്കളെ, ഗുണനഫലവും ഉണ്ട്. വ്യത്യാസവും ഉണ്ട്, ഗുണനഫലവും ഉണ്ട്. തുകയാണ് വേണ്ടത്. ശരി, തുകയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്തുവാ? റൂട്ട് ഓഫ് ബി സ്ക്വയർ പറ, എന്നോടൊപ്പം പറ, പ്ലസ് 4ac. റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് 4ac. റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് 4ac. അപ്പൊ ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ മക്കളെ വ്യത്യാസം. കാര്യം ഇവിടെ തുകയില്ല, വ്യത്യാസമാണ് തന്നിരിക്കുന്നത്. തുകയല്ലെങ്കിൽ വ്യത്യാസം ഏതാണോ തരുന്നത് അതാണ് ബി. എങ്കിൽ 8ന്റെ സ്ക്വയർ പ്ലസ് 4 ഗുണം AC എന്ന് പറഞ്ഞാൽ ഗുണനഫലമാണ് 153. ശരി, 8ന്റെ സ്ക്വയർ നമുക്കറിയാം 64 എന്ന് വരും. പ്ലസ് 4 3 12. നമുക്ക് 4 ഗുണം 153 ചെയ്യുമ്പോൾ 4 3 12 2 ശിഷ്ടം 1. 5 4 20 1 21 ശിഷ്ടം 2. ഒരു 4 4ഉം 2ഉം 6 612 എന്ന് വരും. കൂട്ടാം, 4 2 6 6 1 7 676 എന്ന് വരും. റൂട്ട് 676 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 26 എന്ന് വരും. റൂട്ട് 676 എത്രയാ? 26. റൂട്ട് 676 എന്ന് പറഞ്ഞാൽ 26. ഓക്കെ ആണോ? നമ്മുടെ ശരി ഉത്തരം 26 എന്ന് വരും. മനസ്സിലായോ? എങ്കിൽ ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുക 26 ആണ്. ആ രണ്ട് സംഖ്യകൾ നമ്മൾ തിരക്കി നടന്ന ഏതോ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുക 26 ആണ്. ക്ലിയർ ആയി കാണുന്നു കരുതിക്കൊണ്ട് അടുത്ത ചോദ്യം ഇങ്ങനെ: രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 9, ഗുണനഫലം 52 ആയാൽ തുക എത്ര? രണ്ട് സംഖ്യകളുടെ വ്യത്യാസം സുഹൃത്തുക്കളെ 9, ഗുണനഫലം 52 ആയാൽ തുക. ശരി, ഇപ്പോഴും വേണ്ടത് തുക തന്നെയാണ്. തുക കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന മാർഗം എന്തുവാ? തുക കണ്ടുപിടിക്കാൻ നമുക്ക് എന്തോ ചെയ്യണ്ടേ? റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് 4ac ആണോ? റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് 4ac. ശരി, അപ്പൊ നമുക്ക് ബിയുടെ വില കൊടുക്കാം. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യത്യാസമാണ് 9. 9ന്റെ സ്ക്വയർ പ്ലസ് 4 ഗുണം AC എന്ന് പറഞ്ഞാൽ 52. ശരി, 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 പ്ലസ് 4 ഗുണം 52. 4 2 8 5 4 20 208 എന്ന് വരും. കൂട്ടുമ്പം 289. റൂട്ട് 289 എന്ന് വരും. നമുക്കറിയാം റൂട്ട് 289 എന്ന് പറഞ്ഞാൽ അത് 17. എങ്കിൽ നമ്മൾ തിരക്കി നടന്ന രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുക എന്ന് പറഞ്ഞത് 17 ആണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ ശരി ഉത്തരം 17. അപ്പൊ നമ്മുടെ സൂപ്പർ ഓവറിലെ അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: A പ്ലസ് ബി 15, AB 56, A മൈനസ് ബി ഡാഷ്. PSC ഇങ്ങനെയും ചോദിക്കും: A പ്ലസ് ബി 15, AB 56, A മൈനസ് ബി ഡാഷ്. അതായത് രണ്ട് സംഖ്യകളുടെ തുക 15, അതേ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 56 എങ്കിൽ ആ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എത്ര എന്നാ ചോദിക്കുന്നത്. എടാ, തുക 15, ഗുണനഫലം 56, വ്യത്യാസം എത്ര? ശരി, നമുക്കറിയാം തുകയും ഗുണനഫലവും കിട്ടിയാൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്താൽ മതി. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ തുകയാ. അപ്പൊ അതാ 15ന്റെ സ്ക്വയർ മൈനസ് 4 ഗുണം ഗുണനഫലമായ 56. ശരി, 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 225 മൈനസ് 56 × 4 എത്രയാ? 224 എന്ന് വരും. 224 ശരിയാണോ? 224 എന്ന് വരും. ഓക്കെ, 225 മൈനസ് 224 എന്ന് പറഞ്ഞാൽ 1 ആണ്. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 1 തന്നെയാണ്. എങ്കിൽ ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. നമ്മുടെ ശരി ഉത്തരം 1 ആണെന്ന് പറയാം. ക്ലിയർ ആണോ? പറഞ്ഞിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. നോക്കി, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2, XY ഈക്വൽ ടു 99, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഡാഷ്. അതായത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 2, അതേ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 99 ആണെങ്കിൽ സംഖ്യകളുടെ തുക എത്ര? ഇതാ ചോദിക്കുന്നത്. ശരി, നമുക്കറിയാം തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
തുക കണ്ടുപിടിക്കാൻ √(b² പ്ലസ് 4ac ചെയ്യണം. പ്ലസ് 4ac ചെയ്യണം. എടാ, കാണേണ്ടത് തുകയെങ്കിൽ പ്ലസ് ആണ് വരേണ്ടത് നടുക്ക്. കാണേണ്ടത് വ്യത്യാസമെങ്കിൽ നടുക്ക് മൈനസ് വരണം. ശരി, അപ്പൊ ഇവിടെ ബിയുടെ സ്ഥാനത്ത് വ്യത്യാസം വരണം. 2² പ്ലസ് 4 ഗുണം നമ്മുടെ ഗുണനഫലം 99. 2² നമുക്കറിയാം 4 പ്ലസ് 400 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 396 എന്ന് വരും. 396. ശരി, 4 അധികം 396 എന്ന് പറഞ്ഞാൽ √400 എന്ന് വരും. √400 എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 20 ആണ്. എങ്കിൽ ആ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 20 ആണ്. തുക എന്നത് 20 ആണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന്, വളരെ ട്രിക്കി ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്ന 2 ചോദ്യങ്ങളിൽ ഒരെണ്ണം ഉറപ്പിച്ചു. വരാൻ പോകുന്ന LDC പരീക്ഷയിൽ ഉറപ്പിച്ചു, LPUP പരീക്ഷയിൽ ഉറപ്പിച്ചു. കാര്യം പാഠപുസ്തകമാണ്. നിങ്ങളെ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങിയ സൂപ്പർ ഓവറിന്റെ 9ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമുക്ക് ആവശ്യമാണ്. മുന്നോട്ടുള്ള ഓരോ എപ്പിസോഡിനും നിങ്ങളുടെ കമന്റുകളാണ് എൻ്റെ ആർജവം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് തൽക്കാലം നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.